ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കുന്നു. ഒരത്ഭുതമില്ല. സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല, ബാലനെ. എനിക്കൊരു സംശയം. ഈ സ്വന്തം തന്തയ്ക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ, എന്തോ തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയമൊക്കെ ഉടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ബാലന്റെ അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ എനിക്കറിയില്ലേ, അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പോയി ബാലൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ? ഒരിക്കൽ നാട് വിട്ടവന് പിന്നെയും നാട് വിടാൻ തോന്നുന്നൊക്കെ നാട്ടുകാർ പറയണ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി. ഏയ്, ഒരിക്കലും ഇല്ല. ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരിക്കലും കഴിയില്ല. സത്യം. ഇളിച്ച് കാണിക്കാതെ അടിക്കണോ? അടിച്ചോണ്ടിരിക്കുമല്ലോ ഇവിടെ. എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറയുന്ന കേട്ടല്ലോ അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ബാലേട്ടാ, ഈ ദാസേട്ടൻ ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലിയ. ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദ. ആരാണ്ട് വിളിക്കണു. ആരാണോ ഈ പാതിരാത്രിക്ക്? അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ. നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്ന് നേരിൽ സംസാരിക്കാൻ തോന്നി. അകത്തേക്ക് ഇരിക്കാം. വേണ്ട, അച്ഛനെ ഉണർത്തണ്ട. നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. വാ വാ, ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ദാ, ജീവനോടെ കണ്ടോ. ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ. എന്റെ മോന്റെ ശവം പോലും കാണാനൊത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം. അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അടിച്ചൊതുക്കണ രണ്ടിനും. തൊട്ടുപോകുന്ന മക്കളെ, ആർക്കാടാ പട്ടികളെ തന്റെ ഉണ്ടെ കാണണ്ടാ കൊന്നളെ ഞാൻ. എന്റെ മക്കളുടെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനെയും അരിഞ്ഞുകളെ ഞാൻ. ഇറങ്ങണ പുറത്ത്. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അവൻ പിടിച്ചിറക്കണോ? പട്ടികളെ. ഒന്ന് മാറുക. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തയും മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? വരൂ ചേച്ചി. അല്ല, തുണി തിരുമ്പുക. ഇത് എങ്ങടെ ഈ തുള്ളിച്ചാടി പോണേ? അവിടെ ബാലം വന്നവരെ നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു അയ്യോ ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേൾക്കണ്ട. അച്ചു പോ. ചേച്ചി പറഞ്ഞു കേട്ടോ. പോകാൻ പറഞ്ഞ ആട്ടി കൊണ്ടാലേ സമാധാനം. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യം അവർ പറഞ്ഞത്?
ഒന്നും പറയണ്ട എൻ്റെ സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണാലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളകുള്ളൂ. അതെന്താ? അപ്പണി സ്വപ്പ വട്ട. ഇതിന്റെ ഇടയ്ക്ക് പണ്ടങ്ങോ നാട് വിട്ട് ഒരു ബാലൻ വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ, സാർ ഈ ലീലാവതി അമ്മയെ അന്വേഷിച്ച് തന്നെയാണോ വന്നത്? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ, ഒന്ന് പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. ആ പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? നിർത്തിക്കളഞ്ഞേ, പിടിച്ചോ, എത്ര വേണമെങ്കിലും പിടിച്ചോ. ഇനി കല്യാണത്തിന്റെ കഥ നാട്ടുകാർ പറഞ്ഞാൽ നീ തന്നെ ഉണ്ടാക്കി പറഞ്ഞു. അശ്വതി, ഏയ് അശ്വതി, നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെ നോക്കി നിൽക്കാൻ നാണല്ലേ മനുഷ്യ? താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും. പോരെ? ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. വാടി ഇവിടെ. അയ്യോ മോളെ, എന്താ ഇത്? ആരാടാ നീ? മോളെ ആരാണെന്ന് വളർത്തുമ്പോ നേരെ മണ്ണം വളർത്തിക്കോണം. നായ്ക്ക് ഭ്രാന്തി വന്ന വെടിവെച്ചു കൊല്ലാം. ഈ പ്രായത്തിൽ പെൺപിള്ളേർക്ക് ഭ്രാന്തി വന്നാലേ ആണുങ്ങളുടെ കൈ ധരിച്ചെന്ന് വരും. എന്റെ മോളെ കുറിച്ച് പറയാൻ നീ ആരാടാ? എന്റെ മോനാകെ മരുമകനോ? ഞാൻ പറയട്ടെ, നീ ഒന്നും പറയണ്ട. നീ ആരടാ പട്ടി? ഞാൻ പറഞ്ഞില്ലേ കുറെ നേരം അല്ലടാ നിന്റെ പ്രസംഗം തുടങ്ങിയിട്ട്. ഇവളെ നടു റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ടാ നീ ആരടാ പുല്ലേ? അവനെ കൊണ്ട് ഞാൻ പറയുക. എന്റെ അശ്വതിത്തോടെ നീ ആരാ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. നീ ആരാ? അകത്ത് പോ. വേണ്ട. കൊല്ലുടാ. പിടിച്ച് മാറ്റ. എല്ലാ ദൈവങ്ങളുടെയും കാല് പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. ഏതോ ഒരുത്തിന് അവനെ തല്ലുന്ന കണ്ടിട്ട് നോക്കി നിൽക്കാമോടാ പട്ടികളെ. അടിച്ചു കൊല്ലണവനെ. അടിയടാ.
ഒറ്റ ഈ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ പെങ്ങളാന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരു ചേട്ടന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എൻ്റെ പെങ്ങളെ വളർത്തിയത്. പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അന്നു മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇനി മേലെ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകുന്നത് ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന്. അച്ഛൻ എന്നോട് വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു. ഞാൻ പോവാ. എങ്ങോട്ടെങ്കിലും. അശ്വതിയെ കാണാൻ ഞാൻ വരും. ബാലേട്ട വരുന്ന നോക്കി ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കും. എന്റെ പേര് കഴിയുന്നവൻ ആരായിരിക്കും? ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം, അച്ഛന്റെ മകൻ ഞാനാണെന്ന്. എന്താ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. നിന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നത്? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോൾ താഴത്തെ ഈ പുഴ വരെ അച്ഛൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ കടത്താറുള്ളത്. അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ? പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു. ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാ. എങ്ങു നിന്നോ വന്നൊരുത്തൻ അച്ഛന്റെ മകനായതും അവന്റെ നെഞ്ചിൽ കിടന്ന അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല അച്ഛാ. അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചതിക്കുകയാണ് അച്ഛാ. അച്ഛാ എന്താ
ഈ നിൽക്കുന്ന ആരാന്ന് നിനക്കറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? അതെ, ഞാൻ നിർത്ത്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാവോ? കഴിയുന്നില്ലല്ലേ? കഴിയില്ല. അച്ഛാ. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ, എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. പറ, എന്റെ ബാലേട്ടനാണോ? പറ, എന്റെ ബാലേട്ടനാണോ? പറയാൻ, എന്റെ ബാലേട്ടനാണോ? അല്ല, ഞാൻ നിന്റെ ബാലേട്ടനല്ല. അശ്വതി, മോളെ അവിടെ നിൽക്ക് മോളെ. അശ്വതി, നീ എങ്ങനെയാ പോണേ മോളെ? മോളെ, അശ്വതി, മോളെ. അശ്വതി,